നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഇന്ന് മ്യൂണിച്ചിൽ നടന്നത്. 28 പേര് ആശുപത്രിയിലാണ്. അതിൽ ചില ആളുകളുടെ നില ഗുരുതരമാണ്. 24 വയസ്സുള്ള ഒരു അഫ്ഗാൻ അഭയാർത്ഥി, അയാൾ ഒരു അസൈലം സീക്കറായിരുന്നു. അയാളുടെ അസൈലത്തിനുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടതാണെന്നായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളൊരു മിനി കൂപ്പർ കാറും എടുത്ത് ഒരു സംഘടനയുടെ, വേർഡി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ജാഥ പോകുന്ന ആ ജാഥയിലേക്ക് ഇടിച്ചു കയറ്റുകയാണ് ഉണ്ടായത്. അതായത് ടൗണിൽ ഒരു ജാഥ നടക്കുന്നു, ആ ജാഥയിലേക്ക് കാറ് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റുകയാണ്. ഒന്ന് ആലോചിക്കണം. മ്യൂണിച്ചില് ഉടനെ തന്നെ ലോകത്തെ വലിയ പ്രതിരോധത്തിന്റെ സമ്മേളനമൊക്കെ നടക്കാൻ പോവാണ്. അപ്പൊ അവിടെ അത്രയധികം പോലീസ് സംവിധാനവും പോലീസ് സാന്നിധ്യവും ഉള്ള സ്ഥലത്താണ് ഇങ്ങനെ ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഒരു മിനി കൂപ്പർ കാറും എടുത്തുകൊണ്ട് എരപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ചു തെറിപ്പിക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് അയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു. അതിൽ 2 പേരുണ്ടായിരുന്നെന്നും ഒരാളെ വെടിവെച്ചെന്നും ഒരാൾ 2 പേരെയും കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല. നമുക്ക് ഊഹാപോഹങ്ങൾ ഒരുപാട് പറയാനും കഴിയില്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ച് 1, 2 കാര്യങ്ങൾ ഒരു കുടിയേറ്റക്കാരൻ, ഇവിടെ ജീവിക്കുന്ന ഒരു കുടിയേറ്റക്കാരൻ എന്ന നിലയിൽ നമുക്ക് പറയാൻ അർഹതയുണ്ട്. കാരണം നമ്മളൊക്കെ റോഡുകളിൽ നടക്കുമ്പോൾ നമ്മുടെ മേലേക്ക് ഇത്തരത്തിൽ കാറ് കയറ്റിക്കൊണ്ടുവരുന്നവരുടെ അവരുടെ ഐഡന്റിറ്റി ആദ്യം അവർക്ക് മാത്രമാണ് പ്രൈവസി. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടുത്തെ വളരെ വിചിത്രമായ പ്രൈവസി നിയമങ്ങൾ കാരണം ആക്രമിക്കപ്പെടുന്നവന് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ആക്രമിക്കുന്നവരുടെ പ്രൈവസി, അവർക്ക് ലോയർ, അത് ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. പല കാര്യങ്ങളിലും അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇയാളുടെ അസൈലം റിജക്റ്റ് ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് അയാൾക്ക് ജർമ്മനിയിൽ യഥേഷ്ടം ഇങ്ങനെ കറങ്ങി നടക്കാനും മിനി കൂപ്പർ പോലെ നല്ല വിലയുള്ള ഒരു വാഹനം എടുത്തുകൊണ്ട് ഈ രീതിയിൽ കാര്യങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആരുടെ പരാജയമാണിത്? ഇവിടുത്തെ ചാൻസലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ചിരി വന്നു. അയാളുടെ ഒരു ദയനീയാവസ്ഥയിൽ അയാൾ പറയാം, ഹി മസ്റ്റ് ലീവ്. നമ്മൾ ഇവിടെ അവൻ പോകേണ്ടതായിരുന്നു എന്നുള്ളത് ഒരു ചാൻസലർ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അയാൾ പറയുക അയാൾ പോകേണ്ടതായിരുന്നു എന്ന്. എല്ലാ അസൈലവും സാധനങ്ങളും എല്ലാം റിജക്റ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെയുള്ള മനുഷ്യർ എങ്ങനെ ഇവിടെ നിൽക്കുന്നു? അത് വലിയ ചോദ്യമല്ലേ? നമ്മളെപ്പോലുള്ള ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനുമായിട്ടുള്ള മലയാളികൾ, വിദ്യാർത്ഥികളും എല്ലാം ഇവിടെ ഉണ്ട്. ഇവരുടെ നേരെയും ഇത്തരത്തിലുള്ള കാറാക്രമണമായിട്ട് ആളുകൾ വന്നു കഴിയുമ്പോൾ ഉടനെ അവൻ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്ന വളരെ നിസ്സാരമട്ടിൽ അവഗണിക്കുകയാണോ? ഇങ്ങനെയാണോ നിങ്ങൾ ഇവിടെ വരുന്ന ആളുകളോട്, ഇവിടെ വന്ന് ഈ ജോലി ചെയ്ത് ഇവിടുത്തെ സംവിധാനത്തെ നന്നാക്കാൻ വേണ്ടി, നിങ്ങളുടെ സാമ്പത്തിക രംഗത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി വരുന്ന ആളുകളോട് ഈ രീതിയിലുള്ള നിരുത്തരവാദപരമായ സമീപനമാണോ എടുക്കുന്നത്? എനിക്കതിൽ വളരെ അത്ഭുതം തോന്നി. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ എന്തെങ്കിലും ആകട്ടെ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നു, എല്ലാവരും അത് മുതലെടുക്കുന്നു. ഇതിന് പുറകിൽ എന്തെങ്കിലും ഉണ്ടോ, ഇതെന്താണ്, ഇതിന്റെ കാരണങ്ങളൊക്കെ വിളിച്ചിട്ട് വരട്ടെ. അതൊന്നും അല്ല നമ്മൾ ചോദിക്കുന്ന വിഷയം. അതൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഒരു പൗരന് പബ്ലിക് സ്പേസുകളിലൂടെ, ഇത്തരത്തിൽ നിരത്തുകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന പൗരന്റെ അവന്റെ അവകാശം ആര് സംരക്ഷിക്കും? ഇത്ര നിരുത്തരവാദപരമായിട്ട് ആളുകൾ, ഒരു ഭരണാധികാരികള് അയാൾ പോകേണ്ടതായിരുന്നു എന്നൊക്കെയാണോ പറയുന്നത്? ഇനിയിപ്പം ചിലപ്പോ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പുതിയ വാർത്ത ഉയർന്നു വരും. ഇതാണല്ലോ ഇതിന്റെ ഒരു പാറ്റേൺ. എന്താണ്? അയാൾക്ക് മാനസിക രോഗമായിരുന്നു. അപ്പോൾ എളുപ്പമല്ലോ കാര്യങ്ങൾ. മാനസിക രോഗമുള്ളവർക്ക് കാറിടിച്ച് കയറ്റാം, ആളുകളെ കൊല്ലാം, അവർക്ക് അഡ്വക്കേറ്റ് വരും, അവര് ഇവിടുത്തെ ഭരണ സംവിധാനം അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചു കൊടുക്കും. അവസാനം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലാക്കുകയോ അയാളെ തിരിച്ചുകൊണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. പോയതാർക്കാണ്? എന്തായാലും ഇത് വളരെ വളരെ ജർമ്മനിയുടെ മുന്നോട്ടുള്ള പോക്കിന് ഒട്ടും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി പുറത്തു വരട്ടെ, ഇതിന്റെ വിവരങ്ങൾ കുറച്ചുകൂടി പുറത്തു വരട്ടെ. എന്തായാലും ഇതുകൊണ്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാരണം, ഇതൊക്കെ തീവ്ര വലതുപക്ഷത്തിന് കൂടുതൽ കൂടുതൽ ഗുണകരമായി മാറുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലൊന്നുമല്ല, കുറച്ചുകൂടി കടുത്ത ഒരു നിയമങ്ങളൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഈ നമ്മളെപ്പോലുള്ള മനുഷ്യരൊക്കെ വിസയ്ക്ക് ഒക്കെ വേണ്ടി ഇവരുടെയൊക്കെ കോൺസുലേറ്റിൽ ചെല്ലുമ്പോഴത്തേന് ഇവന്റെയൊക്കെ സ്വഭാവം എന്താണ്? എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആദ്യകാലങ്ങളിൽ വരുന്ന സമയങ്ങളിൽ ബാംഗ്ലൂരിലെല്ലാം ഇവൻ പറയുന്ന എല്ലാ ഡോക്യുമെന്റും ഇവർ പറയുന്ന എല്ലാ സംവിധാനങ്ങളും കൊണ്ടേ കൊടുത്താലും
അവിടെ ഇരിക്കുന്നവർക്ക് തരാൻ കഴിയില്ല, അവർക്ക് ബുദ്ധിമുട്ട്. ഇവരെ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഏജൻസികൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ വേറെ. ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് മനുഷ്യർ ഇവിടെ വരുന്നത്. അവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ?